എവ്രിവൺ. അപ്പൊ നമ്മുടെ യൂണിറ്റ് 1 ചൈൽഡ് റൈറ്റ്സിന്റെ യൂണിറ്റ് 1 ലാസ്റ്റ് ടോപ്പിക് ആണ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, SDGs. നമ്മളപ്പോ കഴിഞ്ഞ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന മിലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആയിരുന്നു. അതായത് 2000 മുതൽ 2015 വരെ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു 7 സെറ്റ് ഓഫ് ഗോൾസ് ആണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ 2015 ആയപ്പോൾ എന്ത് ചെയ്തു, ആ ഗോൾസിനെല്ലാം വീണ്ടും അപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻസ് നോക്കിയിട്ട് ഒരു 17 സെറ്റ് ഓഫ് ഗോൾസ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, The Sustainable Development Goals, SDGs, are a set of 17 global goals adopted by the United Nations in 2015. അപ്പൊ എന്താണ്, 2015 യുണൈറ്റഡ് നേഷൻസ് നമ്മുടെ ഓവറോൾ ഗ്ലോബൽ ചലഞ്ചസ് എല്ലാം ഒന്ന് നോക്കി അതിനാവശ്യമായിട്ടുള്ള ഗോൾസ് എന്തൊക്കെയാണ്, എങ്ങനെ നമുക്കത് ഓവർകം ചെയ്യാം എന്നുള്ള ഒരു 17 സെറ്റ് ഓഫ് ഗോൾസ് കൊണ്ടുവന്നു. The SDGs aim to address a wide range of interconnected global challenges and promote sustainable development by 2030. അതായത് 2030 ആവുമ്പോഴേക്കും നമ്മുടെ ഒരുപാട് ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ചാലഞ്ചുകളെ അഡ്രസ് ചെയ്യാനും അതിനെ മറികടക്കാനുമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ 2015 മുതൽ 2030 ഉള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഗോൾസ് ആണ്. സെവറൽ ഓഫ് ദീസ് ഗോൾസ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ഇമ്പാക്ട് ചൈൽഡ് റൈറ്റ്, recognizing the importance of ensuring the well-being, protection and development of children. അപ്പൊ ഈ 17 സെറ്റ് ഓഫ് ഗോൾസിൽ ചില ഗോൾസ് ഒക്കെ ഡയറക്ട്ലിയോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് കുട്ടികളുടെ ചൈൽഡ് റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 17 സെറ്റ് ഓഫ് ഗോൾസും ഡിസ്കസ് ചെയ്യുന്നില്ല, ഏതെല്ലാം ഗോൾസ് ആണോ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ആ ഗോൾസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇടയിൽ ഏതെങ്കിലും ഗോൾസ് വിട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല കേട്ടോ. നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഗോള് നോ പോവേർട്ടി. എന്താണ്? ദാരിദ്ര്യം ഇല്ലാതെയൊക്കെ. പറയേണ്ട ആവശ്യമുണ്ടോ? ദാരിദ്ര്യം, പോവേർട്ടി ഇല്ലാതായാൽ തന്നെ കുട്ടികൾക്ക് പ്രോപ്പർ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, എഡ്യൂക്കേഷൻ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് പറയുന്നത് നോ പോവേർട്ടി എന്നുള്ളതാണ്. രണ്ടാമത്തെ സീറോ ഹങ്കർ. എന്താ? വിശപ്പില്ലാതെ വെക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വിശപ്പ് അങ്ങോട്ട് ഇല്ലാതെ വെക്കുക എന്നാണ് അർത്ഥം. അങ്ങനെയല്ല, ഒരു കുട്ടി വിശന്നിരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത്. അതായത് പ്രോപ്പർ ന്യൂട്രീഷൻ ഫുഡ് കൊടുക്കുക, ഫുഡ് മെയിൻ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതിന് പ്രോപ്പർ ഫുഡ് ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് കിട്ടിയാൽ തന്നെ അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ആവും, നല്ലൊരു നാളെ വാർത്തെടുക്കാൻ പറ്റും. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, നല്ല ഹെൽത്ത് കെയർ, അതേപോലെ തന്നെ നമ്മൾ അവരുടെ മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഒരു വെൽബീയിങ് ക്രിയേറ്റ് ചെയ്യുക, നല്ലൊരു ഹെൽത്ത് കൊടുക്കുക. പറയേണ്ട ആവശ്യമില്ലല്ലോ. ദെൻ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതായത് എല്ലാവർക്കും ഒരേപോലെ ക്വാളിറ്റി, എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതിന് എഡ്യൂക്കേഷൻ കിട്ടുന്നത് വഴി അവർ എന്താ പറയുക, നല്ലൊരു യുവതലമുറയായിട്ട് വാർത്തെടുക്കാൻ പറ്റുന്നതാണ്. ദെൻ ജെൻഡർ ഇക്വാലിറ്റി, ആണിനും പെണ്ണിനും ഒരേപോലെ തുല്യത കൊടുക്കുക. അതായത് ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരേപോലെ എഡ്യൂക്കേഷൻ, ഏതൊരു ഫീൽഡ് ആണെങ്കിലും രണ്ടുപേർക്കും ഒരേപോലത്തെ ഇക്വാലിറ്റി കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ആറാമത്തെ ഗോൾ എന്താണ്? ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ. നല്ല കുടിക്കാൻ പറ്റുന്ന ക്ലീൻ വാട്ടറും അതേപോലെ തന്നെ സാനിറ്റൈസേഷനും പ്രൊവൈഡ് ചെയ്യുക. ഇത് സത്യം പറഞ്ഞാൽ വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ്. കാരണം പല സ്ഥലങ്ങളിലും ഒരു എന്താ പറയുക, ക്ലീൻ ആയിട്ടുള്ള വാട്ടർ കുടിക്കാൻ പോലും കിട്ടുന്നില്ല. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ക്ലീൻ വാട്ടർ കൊടുക്കുക, അതുവഴി നമുക്ക് ഒരുപാട് ഡിസീസസിനെ ഓവർകം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്രോപ്പർ അതും നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ശൗചാലയങ്ങൾ, ഇപ്പൊ നമുക്കറിയാം, നമ്മൾ തന്നെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ നമുക്ക് പേടിയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. കാരണം എന്താ, യൂറിൻ ഇൻഫെക്ഷൻ അത് ഇത് പറഞ്ഞിട്ട് ഒരുപാട് അസുഖങ്ങൾ വരും അല്ലേ. അപ്പൊ ഈ സാനിറ്റൈസേഷൻ വാട്ടർ എന്നൊക്കെ പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അത് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക. ദെൻ ഏഴാമത്തെ ഗോള് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എൻഷുർ ആക്സസ് ടു അഫോർഡബിൾ, റിലയബിൾ ആൻഡ് സസ്റ്റൈനബിൾ ആൻഡ് മോഡേൺ എനർജി ഫോർ ഓൾ. അതായത് എല്ലാവർക്കും സസ്റ്റൈനബിൾ ആയിട്ടുള്ള എനർജി കൊടുക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ ഗോള്. നമ്മളുമായിട്ട് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അതിന് എട്ടാമത്തെ നോക്കിക്കേ, ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. എന്താണ് പറയുന്നത്? പ്രൊമോട്ട് സസ്റ്റെയിൻഡ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്, ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ് ആൻഡ് ഡീസന്റ് വർക്ക് ഫോർ ഓൾ. അതായത്
ഇതെങ്ങനെയാണ് നമ്മുടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? എല്ലാവർക്കും അവരുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ എന്താ പറയുക ക്വാളിഫിക്കേഷൻ എന്താണോ, അവര് എത്രത്തോളം കേപ്പബിൾ ആണോ അതിനനുസരിച്ചിട്ടുള്ള വർക്കും അതുവഴി നമ്മുടെ ഒരു പ്രോപ്പർ എക്കണോമിക് ഗ്രോത്തും ആണ് നമ്മൾ പറയുന്നത്. ദെൻ 9ാമത്തെ ഗോൾ എന്ന് പറയുന്നത് ബിൽഡ് റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ, പ്രൊമോട്ട് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഫോസ്റ്റർ ഇന്നോവേഷൻ എന്നാണ്. അതായത് കുട്ടികളായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമല്ല, ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് പ്രോപ്പർ എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ, അത് നമ്മളെ ബന്ധപ്പെടുന്നില്ല. 10ാമത്തെ ഗോൾ നോക്കിക്കേ, റെഡ്യൂസ്ഡ് ഇനീക്വാലിറ്റീസ്. എന്താണ്? നമ്മുടെ എല്ലാ കൺട്രീസിലും ഇനീക്വാലിറ്റീസ്, അത് ജാതിയുടെ പേരിലായിക്കോട്ടെ, നിറത്തിന്റെ പേരിലായിക്കോട്ടെ, എന്തിന്റെയോ പേരിലായിക്കോട്ടെ, ഇപ്പോ ആൺകുട്ടി പെൺകുട്ടി ജെൻഡർ ഇനീക്വാലിറ്റി ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് ഒഴിവാക്കുക. 11ാമത്തെ നമുക്ക് ഇനി ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് എന്താണ് 16ാമത്തെ ഗോളാണ് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നത്, പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി, ജമ്മുത്തൊക്കെ കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ബോർഡറിലൊക്കെ ഉള്ളവരുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്, എന്തും സംഭവിക്കാന്നുള്ള രീതിയിലാണല്ലോ. സോ ഈ പീസ്, ജസ്റ്റിസ്, അതേപോലെ തന്നെ ഇതെല്ലാം നമുക്ക് എന്താണ് കുട്ടികളുടെ ബേസിക് ആയിട്ടുള്ള അവകാശമാണ്. നല്ലൊരു സമാധാനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വളർന്നാലാണ് അവർക്ക് നല്ലൊരു മെന്റൽ എന്താ പറയുക സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. നല്ലൊരു മെന്റൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലാണ് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ആയാലും ഏത് ഫീൽഡായാലും അവർക്ക് നല്ലപോലെ വളരാൻ പറ്റുള്ളൂ. ദെൻ 17ാമത്തെ എന്താണ്? പാർട്ട്ണർഷിപ്സ് ഫോർ ദ ഗോൾസ്. അതായത് ഞാൻ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് നടത്താൻ പറ്റുന്നതല്ല, യുണൈറ്റഡ് നേഷൻസിനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുകൊണ്ട് എല്ലാവരുടെയും ആർക്കൊക്കെ എല്ലാ രീതിയിലും ഗവൺമെന്റ് ആയിക്കോട്ടെ, അതായത് ഇപ്പോൾ കൺട്രി വൈസ് ആണെങ്കിലും സ്റ്റേറ്റ് വൈസ് ആണെങ്കിലും കമ്മ്യൂണിറ്റി വൈസ് ആണെങ്കിലും എല്ലാവരുടെ പാർട്ട്ണർഷിപ്പും നമുക്കത് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ SDGs എന്ന് പറയുന്നത്. അതിലാകെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഗോൾസ് ആണ് ചിൽഡ്രനുമായിട്ട് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതുക. ടോട്ടൽ 17 ഗോൾസ് ഉണ്ട്. ബട്ട് ഔട്ട് ഓഫ് 17 ഗോൾസ് എന്താണ് 10 ഗോൾസ് ആർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ചിൽഡ്രൻ വിച്ച് ആർ ഡിസ്കസ്ഡ് ബിലോ എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് എന്തൊക്കെയാ നോക്കിയിട്ടുള്ളത്? ചൈൽഡ് എന്താണ്, റൈറ്റ് എന്താണ്, ചൈൽഡ് റൈറ്റ്സ് എന്താണ്, അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹിസ്റ്ററി ഓഫ് ചൈൽഡ് റൈറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, പിന്നെ നമ്മുടെ ഹിസ്റ്റോറിക് ട്രീറ്റ്മെന്റ്, അണ്ടർസ്റ്റാൻഡിങ് ചൈൽഡ് റൈറ്റ്സ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് അഫക്റ്റഡ് പീപ്പിൾ, അതേപോലെ തന്നെ UNCRC, പിന്നെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോള്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോള്, അതേപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ഈ 17 ഗോൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്ററിൽ നെക്സ്റ്റ് സെഷനിൽ കാണാം കേട്ടോ. ബൈ.